മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് മകളുടെ കമ്പനിയും മകളുമാണെങ്കിലും മുഖ്യമന്ത്രി തന്നെയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. കേന്ദ്ര നീക്കമാണെങ്കിലും കോൺഗ്രസും കുഴൽനാടനും കേസിന് പിന്നാലെ ഉണ്ട്. പ്രതിസ്ഥാനത്ത് പിണറായി തന്നെ എത്തുന്ന കാലമാണ് കുഴൽനാടന്റെ സ്വപ്നം. എടാ, നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. പിന്നെ ഏതാ ദിവസം? ശനി. CMR എക്സാലോജിക് ഇടപാടിൽ വീണ പ്രതി കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പിന്നെ തീർച്ചയായിട്ടും രാജിവെക്കണം. അന്തസ്സോ അഭിമാനമോ മാനമോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ആക്ഷേപം, ഇങ്ങനെ ഇത്രയും വലിയ സാമ്പത്തിക അഴിമതി ആരോപണം വന്നിട്ട് തെളിവ് സഹിതി അടക്കം വന്നിട്ട് ഏത് മന്ത്രിയാണ് തുടർന്നത്? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇത് വളരെ വ്യക്തമായ കേസാണ്. യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ വന്നു എന്നുള്ളതാണ്. ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. പാർട്ടിൻ്റെ ഒരു ഡിസിഷനാണ്. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പോരെ? ശരി. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. പാർട്ടി ഇതിനകത്തൊരു പ്രശ്നമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേസായിട്ട് കൈകാര്യം ചെയ്യുന്നതല്ലാണ്ട് നമുക്കെന്തായാലും പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടും നിങ്ങൾ പറഞ്ഞത്. അത് ഇനിയും നേരിടും, അത്രയേ ഉള്ളൂ. CPM ഇനിയും ന്യായീകരിക്കട്ടെ. ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ ഇളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ്. നിസ്സംശയം ഞാൻ പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. സാധാരണ CPM നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ ആരോപണ വിധേയർ നിയമപരമായി കേസിനെ നേരിടും എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുക. ഇവിടെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദവുമായി പ്രതിരോധം തീർക്കാൻ പാർട്ടി തന്നെ രംഗത്തുണ്ട്. അതായത് മകളുടെ രക്ഷയ്ക്ക് പാർട്ടി തന്നെ മുഖ്യനോടൊപ്പമുണ്ട്. ഞാനാണ് പിണറായി വിജയനെ കുറിച്ച് നേരം സംസാരിക്കല്. മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാണ്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളേ. കാരണം ഉണ്ടാക്കുന്ന പണം മുഴുവൻ മക്കൾക്കാണ്. ആകെ 2 മക്കളെ ഈ മക്കൾക്ക് മാത്രം ഉണ്ടാക്കുന്ന കാശാണ്. നീ പിടഞ്ഞാൽ എന്നുയിരിൽ പുരിരുള് അച്ഛാ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. അതിപ്പോ ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മളെ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് പണം ഉണ്ടാക്കാനാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും നാട്ടുകാരോട് പറയണ്ടേ, ജനങ്ങളോട് പറയണ്ടേ. പാർട്ടിക്ക് ഒരു ഗുണം കിട്ടിയിട്ടില്ല. അത് എല്ലാം പോകുന്നത് കുടുംബത്തിലേക്കാണ്, കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കരുവന്നൂരിൽ വന്നതുപോലെയാണ് ഇപ്പോഴുള്ള വരവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി കേസ് മുറുകും. തൃശൂരിൽ വോട്ട് പോയത് കോൺഗ്രസിന്റേതാണെങ്കിലും വോട്ട് മറിച്ചത് CPM ആണെന്നാണ് VD സതീശൻ പറയുന്നത്. ഇതും അതുപോലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കരുനീക്കമെന്ന് പ്രതിപക്ഷ നേതാവ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ BJP ടാർഗറ്റ് ചെയ്തു. അപ്പൊ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ED പിടിമുറുക്കി, ED കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഞാൻ അന്നൊരു വാചകം പറഞ്ഞു, ED പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ CPMന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ കഴുത്തിൽ BJP വെച്ചിരിക്കുന്ന കത്തിയായി ഇത് മാറരുത്. കറക്റ്റടാ. പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ സഖാവ് AK ബാലൻ എന്നുമുണ്ട്.
ബാലൻ സഖാവിന്റെ അഭിപ്രായത്തിൽ അന്വേഷണം വന്നാൽ കാശ് വാങ്ങിയെന്ന് സമ്മതിച്ച ചെന്നിത്തലയും മറ്റു രാഷ്ട്രീയ നേതാക്കളുമാണ് പെടുകയത്രേ. ഇവിടുത്തെ പണം വീണ വിജയന്റെ കമ്പനിക്കാര്യം മാത്രമെന്ന നിലപാടാണ് പാർട്ടിക്കും AK ബാലനും. താരരാജാവിന്റെ സ്നേഹിതൻ ബാലൻ ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അതിന് രമേശ് ചെന്നിത്തലയുടെ പേരും കുഞ്ഞാലിക്കുട്ടിയുടെ പേരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിണറായി വിജയന്റെ പേര് അതിലില്ല, PV എന്നാണുള്ളത്. അത് പിണറായി വിജയനാണ് എന്ന് ഇന്നേ വരെ ആർക്കും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റവരാണെങ്കിൽ ഞങ്ങൾ കാശ് ഇലക്ഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഫണ്ടുകൾ പിരിച്ചിട്ടുണ്ട്. ആ പിരിച്ച ഫണ്ടുകളുടെ എല്ലാം വിവരങ്ങൾ പാർട്ടി അക്കൗണ്ടിലുള്ളതാണ്. തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? അപ്പോ ഈ രൂപത്തിൽ ഇലക്ഷന് വേണ്ടി വാങ്ങിയൊരു കാശ് അത് അവരുടെ ഇലക്ഷൻ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ പിണറായി വിജയൻ ഈ 2 കോടി രൂപ CPMന്റെ ഫണ്ടിലേക്കാണ് 2,70,00,000 മേടിച്ചെങ്കിൽ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുമോ? CPMൽ ഒരുപാട് പേർക്ക് CPMലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. CPM നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്നും ആരോപണമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ കെണിയാൻ പോകുന്നത് പിണറായി വിജയനോ വേണിയോ ആയിരിക്കില്ല, മറ്റു ചിലരായിരിക്കും. വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ.